സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു നല്ലൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്താ പ്രൊഡക്റ്റ് എന്ന് നമുക്ക് നോക്കാം. കുറേ നാളായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. കാരണം കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് മാറാതെ ഇരുന്ന ഒരു കാര്യം മാറിക്കിട്ടിയതിന് ഒരു സന്തോഷത്തിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യണത്. അതുപോലെ തന്നെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് അതിലൊരു നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിയിലുള്ളവർക്കൊക്കെ ഞാനിത് പരിചയപ്പെടുത്തി കൊടുത്തു. അവർ യൂസ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട്, അതും വെറും 2 ദിവസത്തിനുള്ളിൽ നല്ലൊരു റിസൾട്ട് കണ്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. അതുപോലെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് ഒരാളോട് കൂടി ചോദിച്ചറിയാം. അത് ആരാണെന്നും കൂടി നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, സാർസൺ ഓയിൽ. ഇത് RCMൻ്റെ ഓയിലാണ്. RCMൻ്റെ സാർസൺ ഓയിൽ. ഇത് മെയിനായിട്ട് താരം പോവാനായിട്ടുള്ള ഓയിലാണ്. താരം പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, താരന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് തന്നെ കൂടുതലും യൂസ് ചെയ്ത് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ചുവന്നുള്ളി, അതുപോലെ സവോള അരച്ച് തേക്കുക, കഞ്ഞെള്ളത്തിൽ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല അരച്ച് തേച്ച് പിടിപ്പിക്കുക, അങ്ങനെ ഉലുവ തേച്ച് നോക്കുക, അങ്ങനെ പലതും തേച്ച് നോക്കിയിട്ടും യാതൊരു റിസൾട്ടും കിട്ടിയില്ല. റിസൾട്ട് കിട്ടാന്ന് വെച്ചാൽ ചിലപ്പോൾ ആ ഒരു ദിവസത്തെ ചിലപ്പോൾ നമുക്ക് ഇത്തിരി ചൊറിച്ചിലൊക്കെ ഇത്തിരി കുറവുണ്ടാവും. അല്ലാതെ ഒരു മാറ്റം നമുക്ക് അധികം കാണാൻ പറ്റില്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ കടുകെണ്ണയാണ് ഇത് മെയിനായിട്ട് ഇതിൽ വരുന്നത്. കടുകിൻ്റെ ഇതാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് തലോട്ടിൽ തേച്ച് പിടിപ്പിക്കുക. അതായത് കുളിക്കാനായിട്ട് അരമണിക്കൂർ മുമ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ നല്ല ഷാംപൂസ് യൂസ് ചെയ്യണമെങ്കിൽ ഷാംപൂസ് യൂസ് ചെയ്ത് കഴുകി കളയുക. നല്ല റിസൾട്ട് ഉണ്ട്. വെറും 2 ദിവസം ഉപയോഗിച്ചിട്ട് തന്നെ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതും ഇപ്പോൾ എനിക്കറിയണ എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഞാൻ കാലങ്ങളായിട്ട് മാറാത്ത താരം വരെ പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നല്ല റിസൾട്ടുള്ളൊരു ഓയിലാണ്. ഇതിപ്പോൾ ശരിക്കും പറയണമെങ്കിൽ ഇത് ഇത്ര 150 ml ഉണ്ട്. 2 ദിവസം കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കിത് ബാക്കിയാവും. കാരണം അത്രയും നല്ല റിസൾട്ടുള്ളൊരു ഓയിലാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 ദിവസം നന്നായിട്ട് ഉപയോഗിച്ച് നന്നായി മാറിക്കഴിഞ്ഞതിന് ശേഷം ആഴ്ചയിൽ 1 ദിവസം വെച്ച് നമുക്ക് ഉപയോഗിച്ചാൽ മതി. പിന്നെ നിർത്തി കഴിഞ്ഞാൽ രണ്ടാമത് വരുമെന്ന് പേടിക്കാൻ വേണ്ട. പിന്നെ നന്നായിട്ട് നമ്മുടെ ഹെയറും അതുപോലെ നന്നായിട്ട് കെയർ ചെയ്താൽ മാറി പൊക്കോളും. അപ്പോൾ ഇത് നല്ലൊരു ഓയിലാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല റിസൾട്ടുകൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണ്, അവർക്കുണ്ടായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. എൻ്റെ പേര് ആതിര. ഞാൻ ഈ RCMൻ്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1 month ആയിട്ടുണ്ട്. എനിക്ക് ഡാൻഡ്രഫിൻ്റെ നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം താരനും കാര്യങ്ങളും ഉണ്ടായിട്ട് ഭയങ്കര മുടിയൊഴിച്ചിലൊക്കെ ആയിരുന്നു. അപ്പോഴാണ് എൻ്റെ കസിൻ ചേച്ചി ആയിട്ടുള്ള രഹന എന്ന് പറഞ്ഞിട്ട് ചേച്ചി എനിക്ക് മറ്റേ RCMൻ്റെ ഹെയർ ഓയിൽ സജസ്റ്റ് ചെയ്യുന്നത്. ഈ ഹെയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, ഷിനോളിൻ്റെ സാർസൺ ഹെയർ ഓയിൽ. നല്ല വ്യത്യാസമുണ്ട്. മുടി നല്ല തിക്കായിട്ട് ഡാൻഡ്രഫൊക്കെ മാറി നല്ല തിക്കായിട്ട് വളരാനും ഡാൻഡ്രഫൊക്കെ മാറി നല്ല മുടിയൊഴിച്ചിലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക. നല്ല പ്രൊഡക്റ്റാണ്. എല്ലാവരും വാങ്ങി യൂസ് ചെയ്യുക. മുടിക്കൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണിത്. ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്റ്റ്, ഷൈനോള്. ഇത് താരം പോവാനായിട്ട് വളരെ ബെറ്റർ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതുപോലെ ഇത് ഉപയോഗിച്ചിട്ട് മുടി കൊഴിയുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇത് അത്ര സൈഡ് എഫക്റ്റ് ഉള്ളൊരു ഇതല്ല. RCMൻ്റെ പ്രൊഡക്റ്റാണ് ഇത്. കാണുന്നുണ്ടല്ലോ അല്ലേ, നല്ലൊരു പ്രൊഡക്റ്റാണ്. എല്ലാവരും യൂസ് ചെയ്ത് നോക്കണം. താങ്ക് യു.